പലപ്പോഴും നമ്മൾ ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇത് ഇത്രയും മാറ്റിയെടുക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരുമെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പാർലറിൽ ചെന്നിട്ട് നമ്മൾ ഡീറ്റാൻ ചെയ്യുന്നത്. ഓക്കെയാണ്, നമുക്കത് ചെയ്യാം, വേറെ ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്കിന്ന് സെറ്റാവുന്ന രീതിയിൽ അവരോട് കാര്യം പറഞ്ഞാൽ ചെയ്തു തരും. പക്ഷേ എക്സ്പെൻസീവാണ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല പാർലറിലും 1000-ന് എബോവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പൈസ നമുക്ക് മുടക്കാനില്ല എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡീറ്റാൻ റുട്ടീനാണ് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത്രയും എക്സ്പെൻസീവ് അല്ല. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇതിൽ വാങ്ങാനായിട്ടുണ്ട്, അത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ആക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പാർലറിൽ ചെന്ന് ചെയ്യുന്ന അതേ ഡീറ്റാൻ്റെ സെയിം എഫക്റ്റ് തരുന്നതാണ് ഇത്. നമുക്ക് മുഖത്ത് മാത്രമല്ല, കൈ, കാൽ, എവിടെയൊക്കെയാണോ ടാൻ അടിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഏത് പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ആക്കുന്നത്, ഇത് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യുമോ? വൈ? ബിക്കോസ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യുമോ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കുഞ്ഞ് യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇതെൻ്റെ അവസാനത്തെ പാക്കറ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാം. പിന്നെ ഞാനത് റീപർച്ചേസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ആക്കുന്നത് റാഗായുടെ ഡീറ്റാൻ പാക്കാണ്. ഇത് ടാൻ റിമൂവലിന് വേണ്ടിയിട്ട് നല്ലതാണ്. ഇതിൻ്റെ അവസാനത്തെ പാക്ക് ആയതുകൊണ്ട് ഇത് കുറച്ച് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഡയറക്ഷൻ ടു യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്പയർ ആകും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂസ് ആക്കുന്നത്. എക്സ്പയർ ആവില്ല എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ടാനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിത് വെച്ചിരുന്നേനെ. പക്ഷേ ഇപ്പം ഈ ഒരു മാസത്തോടു കൂടി ഇത് എക്സ്പയർ ആവുകയാണ്, ജൂലൈയോട് കൂടിയിട്ട്. അതുകൊണ്ട് ഞാനത് യൂസ് ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിങ്ങനെ ഓരോ സാഷേ ആയിട്ടാണ് വരുന്നത്. ഒരു വലിയ പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ പാക്കറ്റായിട്ടേ കിട്ടുള്ളൂ. ഒരു പാക്കറ്റ് അങ്ങനെ കിട്ടുള്ളൂ. 300 സംതിങ് ആയിരുന്നു ഞാൻ മേടിച്ച സമയത്ത്. 1 ഇയർ മുന്നെയാണ് ഞാനത് മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 ഇയറിലും എനിക്ക് എപ്പോഴൊക്കെയാണോ ടാനായിട്ട് തോന്നിയിട്ടുള്ളത്, അത് മുഖത്ത് മാത്രമല്ല, കൈ, കാൽ ഒക്കെ യൂസ് ആക്കാനായിട്ട് ഞാൻ ഇത് തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് യൂസ് ആക്കുമ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ മേടിക്കുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാനിത് വാങ്ങിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ആദ്യം ഞാനിത് യൂസ് ആക്കിയപ്പം എനിക്കിതെന്തോ ഭയങ്കരമായിട്ട് തോന്നി. അതായത് കുറച്ച് സെൻസേഷൻ സ്കിന്നിൽ ഫീൽ ആകുന്ന പോലെയൊക്കെ തോന്നി. ഒരു ചെറിയൊരു ബേണിങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു സെൻസേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൂത്ത് പേസ്റ്റൊക്കെ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം പേടിച്ചു പോയി. കാര്യം ഞാൻ വളരെ കുറവാണ് ഇങ്ങനത്തെ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾ, ഫേസ് പാക്കൊക്കെ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വളരെ പേടിച്ചു പോയി. പക്ഷേ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് ഞാനത് ആദ്യത്തെ തവണ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വാഷ് ചെയ്തു. ഇതിലവർ പറഞ്ഞിട്ടുണ്ട്, ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മളിതൊരു 15 മിനിറ്റ് വെച്ചിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അത്രയും മതി കേട്ടോ. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി. 20 മിനിറ്റൊക്കെ നിങ്ങൾക്ക് യാതൊരുവിധ സെൻസേഷനും തോന്നിയില്ലെങ്കിൽ വെച്ചിരിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നത് മാക്സിമം 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി എന്നാണ്. മിനിമം ഒരു 12 മിനിറ്റൊക്കെ വെച്ചിരിക്കുക. 10 മിനിറ്റൊക്കെ ആകുമ്പോൾ വളരെ കുറഞ്ഞ സമയമായിട്ട് പോകും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ആ പാക്കറ്റ് പൊട്ടിച്ചെടുക്കുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ. നമുക്ക് കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യം പോലെ ഉണ്ടാവും. സോ ഫുൾ ബോഡി ഡീറ്റാന് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പാക്കറ്റ് മതി. 350 രൂപയായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് 6 സാഷേ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ പാർലറിൽ ചെന്നാൽ നമ്മൾ ഒറ്റ തവണത്തേക്ക് വേണ്ടിയിട്ട് 800, 900, 1000 മേ ബി അതിനേക്കാളും കൂടുതലൊക്കെ കൊടുക്കേണ്ടി വരും. സോ എനിക്കിത് കുറേ കൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നി. ഞാൻ പാർലറിൽ ചെന്നിട്ട് ഒരിക്കൽ ഡീറ്റാൻ ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫീൽഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ പുറത്ത് പോവുക, വെയിൽ കൊള്ളുക, അങ്ങനെ സ്കിൻ ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഡീറ്റാൻ ചെയ്യുന്നത്.
അങ്ങനെ ചെയ്തിട്ടും എനിക്കങ്ങനെ വലിയൊരു മാറ്റം തോന്നിയില്ല. ഈ ഒരു പാക്ക് ഇട്ടിട്ട് എന്ത് മാറ്റമാണോ കിട്ടുന്നത് അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മേ ബി ഞാൻ ചെയ്തെടുത്ത് നല്ലതല്ലാതിരുന്നതോ ഒന്നും എനിക്കറിയില്ല. കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പാർലറിൽ തന്നെയായിരുന്നു ഞാൻ പോയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയൊരു മാറ്റം അതൊരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. സോ ഈ ഒരു പാക്ക് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ ഹോം റെമഡീസിൽ നമ്മൾ ഒരുപാട് തൈര് വെച്ചിട്ടുള്ള പാക്കൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ. തൈര്, തക്കാളിയുടെ നീരൊക്കെ വെച്ചിട്ടുള്ള പാക്കാണെങ്കിൽ പെട്ടെന്ന് മാറും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഇതൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് പാർലറിൽ ചെന്നിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് അവരാകുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, ഒന്നും അറിയേണ്ട, അവർ തന്നെ അപ്ലൈ തന്നോളല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി അത് നമുക്കിവിടെ കിട്ടത്തില്ല. കാരണം ഇത് നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ബിസി സ്കെഡ്യൂളാണ്, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടും പാമ്പറിങ്ങിന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പാർലറിൽ ചെന്ന് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു നറിഷ്മെൻറ്റും പാമ്പറിങ് നമുക്ക് കിട്ടുള്ളൂ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഡീറ്റാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു, ഏതെങ്കിലും അല്ല, ഇത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിട്ടോ. ഞാൻ കുറേ പാക്സ് കണ്ടതിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ നമ്മളിത് ഡ്രൈ ആകുമ്പം കംപ്ലീറ്റ്ലി ഇതൊന്ന് വെളുത്തതുപോലെ ആകും. അപ്പോൾ നമ്മൾ വെള്ളം തളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കുറേ പേരുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസും മറ്റ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. അതാണ് ഞാൻ ഇത് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് വേറെ ഏതെങ്കിലും കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇത് തന്നെ റീപർച്ചേസ് ചെയ്യും. ഇനി ഒരിക്കൽ എനിക്കിതുപോലെ സൺ ടാൻ ഒരുപാട് ഏൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും ഞാനിത് റീപർച്ചേസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചത്. അതിപ്പോൾ തീരാറായി. അപ്പോൾ ഏറ്റവും അവസാനത്തെ പാക്കല്ലേ, അപ്പോൾ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് മുഖം ഒന്ന് കഴുകി കൊടുത്തതിന് ശേഷം ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നമ്മൾ യൂസ് ആക്കുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ഹൈലി ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനങ്ങൾ യൂസ് ആക്കണ്ട. ഇത് തന്നെ അത്യാവശ്യം നന്നായിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നന്നായിട്ട് സ്കിൻ ക്ലീൻ ആകും. ഡെഡ് സെൽസൊക്കെ മാറി നന്നായിട്ട് സ്കിൻ ക്ലീൻ ആയതുപോലൊരു നീറ്റ് എഫക്റ്റ് ഉറപ്പായും കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കാം. സൺ ടാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്കിന്നിൽ യൂസ് ആക്കാൻ പറ്റുന്നൊരു പാക്കാണ്. മെയിൻലി ഫോർ ഡീറ്റാൻ തന്നെയാണ്. സോ വേറെയും പാക്ക് നമുക്ക് വേറെ പേർപ്പസിന് വേണ്ടി യൂസ് ആക്കാമല്ലോ. അപ്പോൾ ഡീറ്റാൻ ആണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു സംഭവം. വെയിലേറ്റ കരിവാളിപ്പ് മാറണം എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ബൈ.